ഹലോ ഗൈസ്, ATS കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഗ്രാപ്സ് വെച്ചിട്ടൊരു ജെല്ലി നമുക്കുണ്ടാക്കാം. ജെല്ലി തയ്യാറാക്കാനായിട്ട് കുറച്ച് ഗ്രാപ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രാപ്സ് വാങ്ങുമ്പോൾ അതിന് നല്ല ഉപ്പ് വെള്ളത്തിൽ വെച്ച് കഴുകിയിട്ട് വേണം ആ ഗ്രാപ്സ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കുക. മാത്രമല്ല നമ്മളും അതെന്തെങ്കിലും തയ്യാറാക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യണം. ഉപ്പ് വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഗ്രാപ്സിനെ യൂസ് ചെയ്യുക. ഇപ്പോൾ ചെറുതായിട്ട് എല്ലാ ഗ്രാപ്സിനെയും അടർത്തിയെടുത്തിട്ടും കുരുവില്ലാത്തതായ ഗ്രാപ്സാണ് കേട്ടോ. അകത്ത് കുരു വേണ്ട നമുക്ക്. അങ്ങനത്തെ ഗ്രാപ്സ് വേണം വാങ്ങാൻ. ഇപ്പോൾ ഒരു 1/2 കിലോ ഗ്രാപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് അടപ്പുള്ള ഒരു പാത്രത്തിൽ, അതായത് ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അടപ്പുള്ള പാത്രത്തിൽ വെച്ച് നമ്മൾ അതിനൊരു ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ച് ആവിയിൽ വെച്ച് ഗ്രാപ്സിനെ വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുമ്പം അതിലുള്ളതായ പുളിപ്പിൻ്റെ അംശമൊക്കെ പോകും. ചില കുഞ്ഞുങ്ങൾക്ക് പുളിപ്പ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില കുട്ടികൾക്ക് ഇഷ്ടം കാണില്ല. അതുകൊണ്ട് മൊത്തത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ പുളിപ്പ് പോകാൻ വേണ്ടിയിട്ട് അതിന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കറുത്ത ഭാഗങ്ങളൊന്നും വേണ്ട, നല്ലതായിട്ട് ആ വെളുത്ത് ചിരികിയിട്ടുള്ള തേങ്ങ മാത്രം എടുക്കുക. എന്നിട്ട് ആ പാത്രത്തിലിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ബ്രൗൺ കളറൊന്നും വരാൻ പാടില്ല. ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. നമ്മൾ തേങ്ങയെ മിക്സിയിലിട്ട് പൊടിച്ച് ഒരു പാത്രത്തിൽ തനിയായിട്ട് വെച്ചിരിക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് ഗ്രാപ്സ് നല്ലവണ്ണം വെന്തിരിപ്പുണ്ട്. നമ്മളതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം അതിനെടുക്കുക. എടുത്ത് കണ്ടോ, നല്ല വെന്തിരിപ്പുണ്ട്. ചൂടോടെയാണ് ഇരിക്കുന്നത്. നല്ലതായിട്ട് വേവിച്ചെടുക്കണം. അതിൻ്റെ പുളിപ്പ് അംശം ഇരിക്കാൻ പാടില്ല. വൃത്തിയായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയിൽ വെച്ച് നല്ലവണ്ണം ജ്യൂസ് പോലെ അരച്ചെടുക്കുക. ജ്യൂസിനെ നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാവുന്നതാണ്. ഗൈസ്, എല്ലാവരും വീട്ടിലെ വീഡിയോകൾ കണ്ടിട്ട് ഞാനുണ്ടാക്കുന്നതായ സാധനങ്ങളൊക്കെയും ഡിഷുകളൊക്കെയും നിങ്ങൾ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെയും പറയുക. ഇനി 1 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലോറിനെ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതായ ആ ജ്യൂസും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറും 1 കപ്പ് പഞ്ചസാരയും കൂടെ കലക്കി എടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്തെന്ന് വെച്ചാൽ കോൺഫ്ലവർ പെട്ടെന്ന് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കട്ടകളൊക്കെ നല്ല ഉടച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടുപ്പത്ത് വെച്ച് നല്ല തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു ജെല്ലി രൂപേണ നമുക്ക് കിട്ടും. പിന്നെ നമുക്കൊരു പാത്രത്തിലൊഴിച്ച്, നിങ്ങൾക്ക് ഏത് ആകൃതിയിലുള്ള പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കാനാണോ ആഗ്രഹം അതിൽ വെച്ച് ഒഴിച്ചെടുക്കുക. ഒഴിച്ച് നല്ല തണുത്തതിന് ശേഷം, നല്ല വൃത്തിയായിട്ട് തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷമേ അത് കട്ട് ചെയ്യാവൂ. ഞങ്ങൾ കുറച്ച് സ്പീഡായിട്ട്
ഇത് പെട്ടെന്ന് കട്ട് ചെയ്തപ്പോൾ കുറേ അതിൻ്റെ ഷേപ്പൊന്നും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് തണുത്തതിന് ശേഷമേ കട്ട് ചെയ്തെടുക്കാവൂ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതായ ആ തേങ്ങ കുറച്ചതിൻ്റെ പുറത്തൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. പുറത്ത് തണുത്തിരുന്നാലും ഉൾഭാഗത്തിൽ തണുക്കാതെ ഇരിക്കും. അതപ്പോൾ അത് ഷേപ്പായിട്ട് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വൃത്തിയായിട്ട് നല്ല തണുക്കണം. ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കുന്നവർക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കാം. അല്ലാത്തവർക്ക് സാധാ നമ്മൾ വെച്ച് തണുപ്പിച്ചാലും മതി. ഫാനിൻ്റെ മുട്ടിലോ എന്തെങ്കിലും വെച്ച് തണുപ്പിച്ചാൽ മതി. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജെല്ല് തയ്യാറായിട്ടുണ്ട്. വീട്ടിൽ നിങ്ങൾ ചെയ്ത് നോക്കുക, വീഡിയോകൾ കാണുക. എല്ലാവരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ആവശ്യം. പുതിയ വീഡിയോകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യുക. വീട്ടിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വീട്ടിലും ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. വീഡിയോകൾ കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി. ഇപ്പോൾ ആ തേങ്ങയും ആ പുളിപ്പും കുറച്ച് പഞ്ചസാരയുടെ മധുരവും എല്ലാം കൂടെ ആയിട്ട് ഒരു അടിപൊളി ഡിഷ് തയ്യാറായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.